അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ മാണിയൂർ ഉസ്താദ് നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഉസ്താദിന്റെ ജീവിതത്തിൽ അന്ത്യാഭിലാഷമായി ഉണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഹാനവറുകൾ അവരുടെ ഖബറടക്കം നടത്തേണ്ടത് ബാങ്ക് വിളി കേൾക്കുന്ന സമയത്തായിരിക്കണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഉസ്താദിനെ ഖബറടക്കേണ്ട സ്ഥലം ഉസ്താദ് നിർമ്മിച്ചെടുത്ത ഖുർആൻ ഹിഫ്ള് കോളേജിന്റെ അടുത്തായിരിക്കണം. അതായത് ഉസ്താദിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് സദാസമയവും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് ഖബറിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാനുള്ള ഒരവസരം എനിക്ക് വേണമെന്നായിരുന്നു മഹാനായ മാണിയൂർ ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അഭിലാഷം. നോക്കണം, നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളെ ഉസ്താദ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരാൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ രണ്ട് സൗഭാഗ്യങ്ങളാണ്. അതിനേക്കാളൊക്കെ അപ്പുറം മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസമെന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. ഒരു പക്ഷേ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും അന്ത്യാഭിലാഷങ്ങളും ഉണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മുടെ മരണത്തിന് ശേഷം ആരെങ്കിലും അത് നിർവഹിച്ചു തരുമോ എന്നത് നമുക്കൊരു ഉറപ്പില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പലരുടെയും അന്ത്യാഭിലാഷങ്ങളും അവസാന വസിയ്യത്തുകളും ആ മനുഷ്യന്റെ ശരീരത്തോടുകൂടി 6 അടി മണ്ണിൽ ലയിച്ചു പോകുന്ന പല അവസ്ഥകളുമാണ്, പല സാഹചര്യങ്ങളുമാണ് സാധാരണക്കാരായ നമുക്കൊക്കെ സംഭവിക്കാറുള്ളത്. പക്ഷേ മഹാനവറുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൂഫിപരമായിട്ടുള്ള ജീവിതം നയിച്ചത് കാരണത്താൽ, ആളുകളെ ചേർത്ത് പിടിച്ചത് കാരണത്താൽ, മർദ്ദിതന്റെയും ആക്രമിക്കപ്പെട്ടവന്റെയും വേദന അനുഭവിക്കുന്നവരുടെയും എല്ലാവരുടെയും ഉസ്താദായി മാറിയ കാരണത്താൽ ഉസ്താദിന്റെ അവസാനത്തെ ആഗ്രഹവും അള്ളാഹു നിറവേറ്റി കൊടുക്കുകയായിരുന്നു. മഹാനവറുകളോടത്ത് നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ അവസാന നോക്കു കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ പലരും പറയുന്നൊരു വാക്കുണ്ടായിരുന്നു: പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു ഉസ്താദിന്റെ മയ്യത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പുഞ്ചിരിച്ച് കിടക്കുന്നതിലും ഒരുപാട് വലിയ നന്മയുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പരലോക വിജയത്തിനു കൂടെ നിദാനമാകുമെന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദിവസമായാലും സാഹചര്യങ്ങളായാലും ഏതുവിധ ആഗ്രഹങ്ങളായാലും എല്ലാം കൊണ്ടും സമ്പൂർണമായ വളരെ റാഹത്തായ ഒരു മരണമാണ് മഹാനായ മാണിയൂർ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന മഹാനവറുകളുടെ അരികിലേക്ക് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായി ചെന്നിരുന്ന ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾക്ക് മാത്രമാണ്. നാളെ അവരോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.